ഹലോ. ഹലോ, നീ അവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ തുണി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൊരാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. അറിയാവുന്ന ഒരാളോ? അതാരാ? വേറെ ആരുമല്ല, എന്റെ പഴയ MD യാ. ആഹാ. ഞാനിവിടെ മാർക്കറ്റിൽ വെച്ച് കണ്ടതാ. ഓ. അതുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് വിചാരിച്ചു. ശരി ഏട്ടാ. കഴിക്കാൻ എന്തെങ്കിലും ടിഫൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇനിയോടെ റെഡിയാക്കാന്? ടിഫനോ? ഞാൻ ഇപ്പോഴാ കഴിച്ചത്. എല്ലാം തീർന്നു പോയല്ലോ. ശരി, സാറില്ല. ഞാനും സാറും വീട്ടിലേക്ക് വരാൻ 1 മണിക്കൂറെങ്കിലും ആവും. സാറ് കഴിക്കാൻ ടിഫിൻ എന്തെങ്കിലും റെഡിയാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ടിഫിൻ റെഡിയാക്കി വെക്കുന്നു പറഞ്ഞതാ. ശരി ഏട്ടാ. ശരി. വരൂ സാർ. ഇതാണ് സാർ എൻ്റെ വീട്. വരൂ സാർ, അകത്തേക്ക് വരൂ. വരൂ സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എൻ്റെ പഴയ MD, എൻ്റെ വൈഫാ സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിൻ്റെ ഓഫീസിൽ ഏകദേശം ഒരു 5 കൊല്ലത്തിനധികം ജോലി ചെയ്തിട്ടുണ്ടാവും. സാർ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. സാറ് ശരിക്കും നല്ല മനുഷ്യനാ. ഇങ്ങനെ കണ്ടിട്ട് 5-6 കൊല്ലങ്ങളായി. ഞാനിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിൽക്കുമായിരുന്നു. അതാ ഞാൻ കണ്ടവിടെ തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞതാ. ഞാനെ കമ്പൽ ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. ശരി, നിങ്ങൾ അകത്ത് കയറി ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഒരു മിനിറ്റ്. സാറിനി ടിഫിനൊന്നും കഴിച്ചിട്ടില്ല. നിന്നെ വിളിച്ച് ടിഫിൻ റെഡിയാക്കി വെക്കാൻ പറഞ്ഞില്ലേ, ചെയ്തോ? റെഡിയാക്കിയിട്ടുണ്ട്. ശരി സാർ, വരൂ സാറേ, ടിഫിൻ കഴിക്കാം. വരൂ സാർ. ശരി, ആയിക്കോട്ടെ. കഴിക്കൂ സാർ. ഭക്ഷണം നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സാർ. എന്റെ വൈഫ് പാചകമൊക്കെ നല്ലോണം ചെയ്യും സാർ. അങ്ങനെയൊന്നുമില്ല സാർ, എന്തോ ഒരുവിധമൊക്കെ തട്ടിക്കൂട്ടും, അത്രേ ഉള്ളൂ. നല്ലോണം കഴിക്കൂ സാർ. അയ്യോ, മതി മതി. സാറ് കൈ പ്ലേറ്റിൽ തന്നെ കഴിക്കോളൂ. ശരി. ഇതാ സാർ. താങ്ക്സ്. നീ എൻ്റെ ഓഫീസിൽ നിന്ന് ജോലി വിട്ട് പോയതിന് ശേഷം ആരും പിന്നെ ജോലിക്ക് സെറ്റായിട്ടില്ല. ആര് വന്നാലും ഒരാഴ്ച പോലും മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടില്ല. നിന്നെപ്പോലെ 1-2 പേരെ എൻ്റെ കൂടെ കെട്ടിയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ബിസിനസ് എവിടെയോ എത്തിയേനെ. കോഫി എടുത്തോളൂ സാർ. എടുത്തോളൂ സാർ. നീ ഇരിക്കേ. അതൊക്കെ പോട്ടെ, നീ ഇഡലിക്കട എന്തോ തുടങ്ങിയെന്ന് കേട്ടല്ലോ. അതെ സാർ.
കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുടാ? അങ്ങനെ ഇങ്ങനെയും തട്ടിയും മുട്ടിയും പോകുന്നുണ്ട് സാർ. വൈകുന്നേരം 5 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും. തിരിച്ചു വരാൻ രാത്രി 11 12 ആവും സാർ. അതുമാത്രമല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യണം സാർ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെക്കണം, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങണം. 5 മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെക്കണം സാർ. ടയർഡാണെന്ന് പറഞ്ഞ് 5 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാൻ കഴിയില്ല സാർ. എന്ത് ചെയ്യാനാ, എല്ലാം അങ്ങനെ പോകുന്നു സാർ. ശരി, അതിൽ നിന്ന് എന്തുമാത്രം വരുമാനം കിട്ടുന്നുണ്ട്? അത്രയ്ക്ക് വലിയ വരുമാനമൊന്നുമില്ല സാർ. കറക്റ്റായി ഒന്നും പറയാൻ കഴിയില്ല. ഒരു ദിവസം 5000 വരെ കിട്ടും സാർ. ഒരു ദിവസം 4000 കിട്ടും. ചിലപ്പോഴൊക്കെ 2000 പോലും കിട്ടില്ല സാർ. ഇതിൽ വരുന്ന കാശ് കൊണ്ടാണ് വീടിൻ്റെ വാടക, കറണ്ട് ബില്ല് എല്ലാം അടയ്ക്കാൻ. എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല സാർ. എൻ്റെ ഭാര്യയാണ് എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്നത്. ഇവൾ മാത്രമില്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല സാർ. ശരിയടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ ചോദിക്കണം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ശരി സാർ. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. സാർ, കുറേ കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് പോയാൽ എങ്ങനെയാ? ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ലഞ്ച് കഴിച്ചിട്ടേ പോകാൻ പാടൂ. ഇവനത് എങ്ങനെയൊക്കെ പറയുന്നേ? അതല്ലടാ, ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. സാർ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ ലഞ്ച് കഴിച്ചിട്ടേ പോകാവൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ മിണ്ടില്ല സാർ. ശരി, ഞാൻ ലഞ്ച് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ശരി സാർ, താങ്ക്സ് സാർ. എൻ്റെ സാറിനെ ചിക്കൻ ബിരിയാണി എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഞാൻ വേഗം മാർക്കറ്റിൽ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വരാവേ. നീ നല്ലോണം ടേസ്റ്റ് ആയിട്ട് ചിക്കൻ ബിരിയാണി വെക്കണേ, ഓക്കെ അല്ലേ? ശരി ഏട്ടാ. സാർ, ഞാൻ മാർക്കറ്റ് വരെ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. ആ ശരിടാ. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുന്നവരെ സാറ് ഒറ്റയ്ക്കായിരിക്കില്ലേ? നീ സാറിൻ്റെ കൂടെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കേ, ഓക്കെ അല്ലേ? ആയിക്കോട്ടെ ഏട്ടാ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടന്ന എപ്പോഴാ? അത് ഒരു 4 വർഷമാവും പോന്നു സാർ. ശരി, കുട്ടികളൊക്കെ? ഇതുവരെ ഇല്ല. സാർ, സാറിന്റെ ഫാമിലിയൊക്കെ ഇപ്പൊ എവിടെയാ ഉള്ളത്? അത് കല്യാണം കഴിഞ്ഞ് കുറച്ചാളായപ്പോഴേക്കും എൻ്റെ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഫാമിലി ഒന്നുമില്ല. ബിസിനസ് നന്നായിട്ട് പോകുന്നതുകൊണ്ട് അതും നോക്കിക്കൊണ്ട് എൻ്റെ ലൈഫ് അങ്ങനെ അങ്ങ് പോകുന്നു. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവുമെന്നറിയില്ല. സാർ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വന്നേക്കാം. ആ